നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ തീരുമാനമായില്ല. മന്ത്രിമാരുടെ കാര്യത്തിലും എണ്ണത്തിലും നാളെ പ്രഖ്യാപനം. വകുപ്പുകളുടെ കാര്യത്തിലും തീരുമാനമായില്ല. നാളെ വീണ്ടും UDF യോഗം. എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ക്ഷണം. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് സൂചന. VD സതീശൻ വീട്ടിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടു. ചെന്നിത്തല തന്റെ നേതാവെന്ന് സതീശൻ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഉപാധികളില്ലെന്നും ചെന്നിത്തല. തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് ചെന്നിത്തലയെ കണ്ട ശേഷം ദീപാദാസ് മുൻഷി. KC വേണുഗോപാൽ, തിരുവനന്തപുരത്ത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നും മുൻ സർക്കാരിന്റെ പദ്ധതികൾ നിർത്തില്ലെന്നും സതീശൻ. സർക്കാരിന്റെ ശൈലിമാറ്റം പ്രഖ്യാപിച്ച് VD സതീശൻ. ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കും. യാത്രയിൽ പൈലറ്റും എസ്കോർട്ടും മാത്രം മതിയെന്ന് പോലീസിന് നിർദ്ദേശം. ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രേ പാടുള്ളൂ. അത് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഇതിനു മുമ്പ് പോയവരെ ഒന്നും പരിഹസിക്കൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 4,14,290 വിദ്യാർത്ഥികൾ. വിജയശതമാനത്തിൽ പെൺകുട്ടികൾ മുന്നിൽ. NEET UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. NEET പുനഃപരീക്ഷ ജൂൺ 21-ന്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില കൂട്ടി. ഡീസലിനും പെട്രോളിനും 3 രൂപയുടെ വർധന. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ മോദിയെ വരവേറ്റ് നേരിട്ടെത്തി സ്വീകരിച്ച് പ്രസിഡന്റ്. ഹൈക്കമാൻഡും VD സതീശനും ഒരുമിച്ചിടപെട്ടതോടെ ഇടഞ്ഞുനിന്ന രമേശ് ചെന്നിത്തല അനുനയ പാതയിലെത്തി. ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് സൂചന. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള നിർണായക വകുപ്പാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. VD സതീശൻ ചെന്നിത്തലയെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കാണുകയായിരുന്നു. മറ്റ് കോൺഗ്രസ് നിയുക്ത MLA-മാരടക്കം VD സതീശനൊപ്പം രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. PT ബൽറാം, അൻവർ സാദത്ത്, ജോസഫ് വാഴക്കൻ അടക്കമുള്ള അബിൻ വർക്കി അടക്കമുള്ളവർ VD സതീശനൊപ്പം രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നിർണായക നീക്കങ്ങളാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് നടത്തുന്നത്. തന്റെ ദൂതന്മാരായ ജോസഫ് വാഴക്കൻ, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല എന്നിവർ വഴിയാണ് ചെന്നിത്തല ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ വഴുതക്കാടുള്ള വസതിയിൽ നേതാക്കൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലരെയും അദ്ദേഹം കണ്ടു. ദീപാദാസ് മുൻഷി അടക്കം നേരത്തെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തിയാണ് കണ്ടത്. കണ്ണൻ ദേവ് വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ ഹൈക്കമാൻഡിനെ അതിർത്തി അറിയിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അനുനയ പാതയിലേക്ക് എത്തിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിവരങ്ങൾ. അതെ അഖില, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ആ അനുനയ പാതയിൽ വീണു എന്ന് വേണം കരുതാൻ. അദ്ദേഹം മന്ത്രിസഭയിലേക്കുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ആഭ്യന്തരം അല്ലാതെ അത്തരത്തിലുള്ള വകുപ്പുകളല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന ഒരു കടുംപിടുത്തവുമുണ്ട്. ആഭ്യന്തരം തന്നെയായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ആഭ്യന്തരം തന്നെയാണ് അദ്ദേഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതും. എന്തായാലും രാവിലെ മുതലുള്ള ഈ ചർച്ചകളും അതുപോലെ പല കൂടിക്കാഴ്ചകളും നടന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ആഭ്യന്തരം കിട്ടിയാൽ അദ്ദേഹം
മന്ത്രിസഭയിലേക്കുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. രാവിലെ വി.ഡി. സതീശൻ ഇദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. രാവിലെ ഏതാണ്ട് 10 മണിയോടെ ഇദ്ദേഹത്തെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആ സമയത്ത് രമേശ് ചെന്നിത്തല ആ സന്ദർശനത്തിന് നിൽക്കാതെ മറ്റ് പരിപാടികളിലേക്ക് പോയി. പിന്നീട് രമേശ് ചെന്നിത്തല തിരിച്ചു വന്നതിന് ശേഷമാണ് വി.ഡി. സതീശൻ ഈ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചത്. ആ അനുനയത്തിന് ശേഷം അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം പിന്നീടാണ് ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചു. കൂടിക്കാഴ്ചയിൽ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതായത് പ്രത്യേകമായും ഇദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ വരവ്, മാത്രമല്ല ഏത് വകുപ്പ് നൽകണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വകുപ്പ് നൽകാം എന്ന തരത്തിലേക്കൊക്കെയാണ് ആ ചർച്ച നീണ്ടത്. മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് പോലെ KPCC പ്രസിഡന്റ് സ്ഥാനം ഇദ്ദേഹത്തിൻ്റെ RC വിഭാഗത്തിന് നൽകണം, അതായത് ഒപ്പം മന്ത്രിമാർ അടക്കമുള്ളവരെയും അത്തരത്തിൽ നൽകണമെന്ന കാര്യത്തിലൊക്കെ ഒരു കടുംപിടുത്തമുണ്ടായിരുന്നു. അതൊക്കെ സമ്മതിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ മന്ത്രിസഭയിലേക്കുള്ളൂ എന്നൊരു കാര്യം അദ്ദേഹം അറിയിച്ചിരുന്നു. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീങ്ങുന്നത്. രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് പുതിയൊരു സർക്കാർ, അതായത് വി.ഡി. സതീശൻ സർക്കാരിലേക്ക് രമേശ് ചെന്നിത്തല ഇല്ല എങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ജനങ്ങൾക്കിടയിൽ വലിയൊരു അവമതിപ്പുണ്ടാക്കുന്ന കാര്യമായിരിക്കും. രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഒഴിവാക്കാൻ കഴിയില്ലെന്ന് നേതൃത്വത്തിന് അറിയാം. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിടിവാശിക്ക് മുമ്പിൽ നേതൃത്വം മുട്ടുമടക്കി എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല, പകരം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഈ തീരുമാനം എന്തായാലും ഉണ്ടാകും. ഈ ദീപദാസ് മുൻഷി ഉൾപ്പെടെ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്തായാലും ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ അൻവർ സാദത്ത്, അതുപോലെ ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി അടക്കം ഇദ്ദേഹവുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോഴും അവരൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. അവരൊക്കെ അവരെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും അത് നടക്കാൻ പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. മാത്രമല്ല ബെന്നി ബെഹനാൻ ഉൾപ്പെടെ MP-മാരും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. നിരവധി പ്രവർത്തകരും രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയത് മുതൽ അദ്ദേഹത്തിനൊപ്പം നിരവധി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം നേതാവ് രമേശ് ചെന്നിത്തലയോടൊപ്പമായിരിക്കും എപ്പോഴും ഉണ്ടാവുക, കണ്ണേ കരളേ രമേശ് എന്ന അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി അവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലൊരു തിരക്ക് തന്നെയാണ്. നിരവധി നേതാക്കൾ, നിരവധി പ്രവർത്തകരൊക്കെ രമേശ് ചെന്നിത്തലയെ കണ്ട് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ച രംഗത്തുണ്ട്. എന്തായാലും അദ്ദേഹം മന്ത്രിസഭയിലേക്കുണ്ട് എന്നൊരു വാർത്ത വരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ തന്നെയായിരിക്കും നൽകുക എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ നേതാക്കൾ അടക്കമുള്ളവരുടെ ഒരു ഒഴുക്ക് എന്തായാലും ഈ വീട്ടിലേക്ക് നിലയ്ക്കുന്നില്ല. നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അഖില, കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഏത് വകുപ്പാണ് രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗിക വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൈലറ്റ് വാഹനവും എസ്കോട്ടും ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും ഒഴിവാക്കും. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്ന വേളയിൽ അനാവശ്യ ഗതാഗത നിയന്ത്രണം പാടില്ല എന്നും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വി.ഡി. സതീശൻ കണ്ടു. കഴിഞ്ഞ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പുതിയ സർക്കാർ അവസാനിപ്പിക്കില്ലെന്നും സർക്കാർ ഒരു തുടർച്ചയാണെന്നുമായിരുന്നു നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എബി വിശദാംശങ്ങൾ നൽകും. എബി, പിണറായി വിജയനെ നേരിട്ടെത്തി കാണുന്നു, ഒന്നിച്ചു മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടാണ് വി.ഡി. സതീശൻ എടുത്തത്. പഴയ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ സർക്കാർ തീരുമാനിച്ചത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് നിയുക്ത മുഖ്യമന്ത്രി തൻ്റെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് താൻ തന്നെയാണ് ആദ്യം ആ ഒരു സാധാരണക്കാരൻ്റെ നിലപാടെടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. അഖില, ഇത്തരത്തിൽ മാറ്റം തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കഴിഞ്ഞ രണ്ട് സർക്കാരിൻ്റെ കാലഘട്ടത്തിലും വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടായത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു അകമ്പടി വാഹനങ്ങളുടെ ഒരു വലിയ നീണ്ട നിര, അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കടന്നു പോകുന്ന സമയം വരെ ആളുകളെല്ലാം തന്നെ തടഞ്ഞിടുന്ന ഒരു രീതി, ആ നിലയ്ക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആംബുലൻസുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ തടഞ്ഞിടുന്ന, കൂടെ കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ നിലയ്ക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെയും ഒരു മാറ്റം വരുത്തുകയാണ് താൻ എന്നുള്ളതാണ് അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിന് പറയുക മാത്രമല്ല, നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. കാരണം അല്പസമയം മുമ്പാണ് അദ്ദേഹം
തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വന്നത്. ആ ഘട്ടത്തിൽ 2 അകമ്പടി വാഹനങ്ങൾ മാത്രമാണ്, അതായത് ഏറ്റവും മിനിമമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിനെ ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പരിഹസിക്കുന്നില്ല താൻ, മറിച്ച് അവർക്ക് ആ സമയത്ത് അത് വേണമായിരുന്നു, തനിക്കത് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് മത മേലധ്യക്ഷന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു സാഹചര്യം സതീശന് ഉണ്ടാകും, അതിനുള്ള എല്ലാ തരത്തിലുള്ള ആശംസകൾ തങ്ങൾ നേരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും അതുതന്നെയാണ് സതീശനും അതിനുശേഷം പറഞ്ഞ ഒരു കാര്യം. വിദ്വേഷരഹിതമായിട്ടുള്ളൊരു കേരളം, അതാണ് എല്ലാവരുടെയും സ്വപ്നം. അതിലേക്കുള്ള അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ അതിനേതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടാകുന്ന രീതിയിലേക്ക് ഒരു സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല. ആ നിലയ്ക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഉണ്ടാവുക, അതിനുള്ള നടപടികളാണ് ഉണ്ടാവുക. വിദ്വേഷത്തെ കൂട്ടുപിടിക്കുന്ന ആരുമായും ഒരു തരത്തിലുള്ള ചങ്ങാത്തത്തിനും അല്ലെങ്കിൽ അത് കേരളം ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല. ആ നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അഖില പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിച്ചെന്ന് കാണുകയും അദ്ദേഹത്തോട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന അദ്ദേഹം നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു പുതിയ ഭരണ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഭരണസമിതി വരുന്ന ഘട്ടത്തിൽ മുൻ ഭരണസമിതിയിലുള്ള ആളുകളെ ആ നിലയ്ക്ക് കാണുന്നത് ഒരു പതിവ് തന്നെയാണ്. പിണറായി വിജയൻ ആ ഘട്ടത്തിൽ ആദ്യ തവണ ആകുമ്പോൾ ഉമ്മൻചാണ്ടിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ആവർത്തനം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് കാണാം. ഒപ്പം തന്നെ സർക്കാരുകൾ മാറി വരുമ്പോൾ പോലും അതിൻ്റെ നയങ്ങൾ, വികസന നടപടികളൊന്നും തന്നെ മാറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിന് ഒരു തരത്തിലുള്ള വിഘാതം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് പിന്നാലെ വരും സർക്കാർ അതിൻ്റെ തുടർച്ചയെന്നോണം അത് നടത്തിക്കൊണ്ട് പോവുക തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ആ നിലയ്ക്കും വളരെ പുരോഗമനപരമായിട്ടുള്ള തൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാക്കും, ഏറ്റവും മിനിമമായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രം മതിയാകും എന്നുള്ള കാര്യം അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ് അഖില. ശരി, എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയതിൽ ഏറ്റവും പ്രധാനം മാതൃകയാകേണ്ടത് എവിടെ നിന്നാണ് എന്നുകൂടി കാണിച്ചു കൊടുക്കുകയാണ് വി ഡി സതീശൻ. ഇനിയുള്ള മുന്നോട്ടുള്ള 5 വർഷവും അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ വി ഡി സതീശന് കഴിഞ്ഞാൽ മാത്രമാണ് ഈ മന്ത്രിസഭ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം നാട്ടുകാർക്കുണ്ടായി എന്ന് പറയാൻ കഴിയും. മൗനം വെടിഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ നേരത്തെ സ്വാഗതം ചെയ്തു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണയുണ്ടാകും എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂരിൽ അദ്ദേഹം ദർശനം നടത്തിയ ശേഷം സംസാരിക്കുമ്പോഴാണ് സതീശന് എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകും എന്ന് പറഞ്ഞത്. ശ്രീ വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എല്ലാ വിവരങ്ങളും രാവിലെ നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞിട്ട് പത്രക്കാരോടുണ്ടായിരുന്നു ഗുരുവായൂർ, അവരോടെല്ലാം വളരെ വിശദമായിട്ട് രമേശ് ചെന്നിത്തല ശക്തനും സംതൃപ്തനുമെന്ന് ബെന്നി ബെഹനാൻ. കേരളത്തിലെ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവും ഒരു പ്രധാന ഘടകവുമാണ് രമേശ് ചെന്നിത്തല. ക്യാബിനറ്റിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുമായി തീരുമാനിക്കുമെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. അദ്ദേഹം സന്തോഷവാനാണ്. എനിക്കറിയാവുന്ന ശ്രീ രമേശ് ചെന്നിത്തല എന്നും ശക്തനാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ശക്തമായ നേതൃത്വമാണ്, അനിഷേധ്യമായ ഘടകമാണ്. ഹൈക്കമാൻഡ് എല്ലാ വിഭാഗം നേതാക്കളുമായി ചർച്ച നടത്തിയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ. ജനവികാരവും കോൺഗ്രസ് നേതാക്കളുടെ വികാരവും കണക്കിലെടുത്താണ് തീരുമാനം. രമേശ് ചെന്നിത്തല എല്ലാ കാലത്തും ഹൈക്കമാൻഡിന്റെ നിലപാടുകൾ അംഗീകരിച്ച അച്ചടക്കമുള്ള വ്യക്തിയാണ്. മന്ത്രിസഭയിലേക്ക് രമേശ് എത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡും അദ്ദേഹവുമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാവരുമായിട്ട് വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി അവസാനം എത്തിയൊരു കൺക്ലൂഷനാണ് ശ്രീ വി ഡി സതീശനെ
മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊക്കെ VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ ഫീൽഡിലൊക്കെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഇലക്ഷന് ശേഷവും എന്നോട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ സ്വീകരണത്തിന് പോയപ്പോൾ VD സതീശൻ വേണം ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് അവരും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജനവികാരവും കോൺഗ്രസ് നേതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള വികാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടി കൊടുക്കേണ്ട എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം സ്വീകരിക്കാനും നിരാകരിക്കാനും ചെന്നിത്തലയ്ക്ക് അവകാശമുണ്ട്. ക്യാബിനറ്റിൽ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയോട് മന്ത്രിസഭയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അദ്ദേഹം മന്ത്രിയാവണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ അറിയിക്കും. അത് കേരളം ഇപ്പോൾ പാപ്പരാണെന്ന AK ആന്റണിയുടെ വിമർശനത്തിന് മറുപടിയുമായി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പ്രഖ്യാപിച്ച ഗ്യാരണ്ടി നൽകിയ മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ എല്ലാം പ്രതിസന്ധിയിലാണ്. ഇത് മുന്നിൽ കണ്ടാണോ AK ആന്റണിയുടെ പരാമർശമെന്ന് സംശയമുണ്ട്. കുറച്ചു നാളായി സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവാം. തെരഞ്ഞെടുപ്പിനകത്ത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ ജയിച്ചു, ഞങ്ങൾക്ക് ജയം ഉണ്ടായില്ല, ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷമായി എന്നൊക്കെ ഉള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ കാര്യത്തിലുള്ള പൊതു താല്പര്യവും നടത്തേണ്ട കാര്യങ്ങളുമൊക്കെ ഇത് പറഞ്ഞിട്ട് ഒഴിയാൻ പാടില്ല. എന്തിനാ ഇത് പറയുമ്പോഴുള്ള സംശയം? ഞാനിപ്പം ഗവൺമെൻറ് സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ അതിനപ്പുറം വിമർശനം പറയാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. ഇത്രയും ആദ്യം പറയുന്നത് എന്താ? ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ആ മുൻകൂർ ജാമ്യം വളരെ വലിയൊരു നിയമപണ്ഡിതനായ ഒരു വക്കീൽ ഉപദേശിച്ചു കൊടുക്കുന്ന പോലെ ഒരാളാണ് ശ്രീ AK ആന്റണി ഞാൻ കരുതുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം എടുക്കുന്ന എപ്പോഴാണ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നറിയുന്ന പോലെ എന്ന് പറയുന്ന പോലെ മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയും ചെറിയൊരു മനുഷ്യനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ജനങ്ങൾക്ക് ആഗ്രഹിക്കാമെന്ന മറുപടിയുമായി സന്ദീപ് വാര്യർ. KC ക്യാമ്പിലെ ലിസ്റ്റിൽ സന്ദീപിന്റെ പേരുണ്ടെന്ന് രഹസ്യ സൂചനകളുണ്ട്. സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാം UDF ആണ് തീരുമാനിക്കുന്നതെന്നും നിയുക്ത തൃക്കരിപ്പൂർ MLA പറഞ്ഞു. കാസർഗോഡിനൊരു മന്ത്രി വേണമെന്ന കാര്യത്തിൽ അമൃത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിയുക്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ജില്ലയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജില്ലയ്ക്ക് ഒരു മന്ത്രിയില്ല എന്നൊരു കാര്യം. അതിപ്പോഴും ചർച്ചയാണ്. പ്രതിപക്ഷത്ത് UDF ഇരുന്ന കാലത്ത് ചൂണ്ടിക്കാണിച്ചതാണ്. സന്ദീപ് വാര്യരോട് തന്നെ ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? അതായത് ജില്ലയിൽ സജീവമായ ഒരു ചർച്ചയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഒരു മന്ത്രിയില്ല. കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള പല പ്രശ്നങ്ങളും നേരിടുന്ന ആരോഗ്യപരമായിട്ട് മറ്റെല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയ്ക്ക് സ്വന്തമായി ഒരു മന്ത്രിയില്ല എന്നത് അല്ല, അത് സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇവിടെ UDF നേതൃത്വമാണ് കാര്യം തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയും ആണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് UDF നേതൃത്വം ആണ് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും ഒരു കാര്യം ഉറപ്പ് നൽകാം, മന്ത്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കാസർഗോഡ് ജില്ലയ്ക്കും വിശിഷ്യ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിനും അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും സജീവമായിട്ടുള്ള ഇടപെടലുണ്ടാകും. ഒരു നയാ പൈസയുടെ പോലും കുറവ് ഈ പ്രദേശത്തിന് സംഭവിക്കില്ല എന്ന ഉറപ്പാണ് നൽകാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ഉറപ്പുകൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരു മന്ത്രി പല മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് മന്ത്രി ഇല്ല എന്നൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് കാലങ്ങൾക്ക് ശേഷം 2 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് MLA-മാരുണ്ടായ ഒരു സ്ഥിതി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം MP-യോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി സൂചന നൽകുന്നു പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട MP. അല്ല, അങ്ങനെ ആഗ്രഹിക്കാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ആത്യന്തികമായിട്ടൊരു മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തുള്ള പലവിധ സമവാക്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം തീരുമാനിക്കേണ്ടത് UDF-ൻ്റെ നേതൃത്വവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എൻ്റെ പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു നിയമസഭാംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിപ്രായം പറയുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല. എന്തായാലും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് മന്ത്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജില്ലയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള കരുതലോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും, ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാകും.
അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇക്കാര്യത്തിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള നിലവിലെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഒരു MLA എന്നുള്ള ഒരു ചുമതലയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ആ ചുമതല കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വബോധത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ് നിലവിൽ ഞാൻ ചെയ്യേണ്ട കാര്യം. അത് സംബന്ധിച്ച് ഞാൻ ആ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വ്യാപൃതനായിട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ RC ക്യാമ്പിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിപ്പോഴും ഒരു സജീവ വിഷയമായിട്ട് തുടരുകയാണ്. നമുക്ക് ചാനലുകൾ നോക്കിയാൽ അതേ കാണാനുള്ളൂ. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ? കാരണം ഇത് സജീവമായിട്ട് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ക്യാമ്പാ അത്? ഞങ്ങൾക്ക് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ടെർമിനോളജി ഒന്നും എനിക്കറിയില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ആ ക്യാമ്പ് ഈ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവരെല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് ബഹുമാനായിട്ട് രമേശ് ചെന്നിത്തലയാണെങ്കിലും ബഹുമാനായിട്ടുള്ള VD സതീശനാണെങ്കിലും എനിക്ക് വളരെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലാണെങ്കിലും അവരെല്ലാവരും എൻ്റെ പാർട്ടിയുടെ വളരെ സ്റ്റാൾവാർട്സ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. ഞങ്ങൾ അവരെല്ലാവരെയും ബഹുമാനിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് തറവാട്ടിൽ പോയി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അന്നും ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഡൽഹിയിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ, പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് ശിരസാ വഹിക്കുന്ന UDF പ്രവർത്തകരാണ് ഞങ്ങൾ. അതിലപ്പുറം മറ്റൊരു വാക്ക് ഞങ്ങൾക്കില്ല. രമേശ് ചെന്നിത്തല എന്തായാലും ക്യാബിനറ്റിൽ ഉണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത്. അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഞാൻ അതൊന്നും പറയാനുള്ള അധികാരപ്പെട്ടയാളല്ല. എന്തായാലും കാസർഗോഡ് നിന്നും നിയുക്ത MLA സന്ദീപ് വാര്യറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഒരു മന്ത്രി ഇവിടെ ജില്ലയ്ക്ക് വേണമെന്ന ആവശ്യം അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കാലങ്ങളായുള്ളൊരു ചർച്ചാ വിഷയമാണ്. കാസർഗോഡ് പിന്നോക്കം നിൽക്കുന്ന ഈ ജില്ലയ്ക്ക് ഒരു മന്ത്രിയില്ല എന്ന കാര്യം. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാസർഗോഡിൻ്റെ എല്ലാ കാര്യവും ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും ഒരു മന്ത്രി വേണമെന്ന കാര്യത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് നിന്നും ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയുടെ തോൽവിയുടെ പേരിൽ നടപടി. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഐഷ പുറ്റിയുടെ പരാജയത്തിലാണ് കൊല്ലം DCC മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത്. എഴുകോൺ, നെടുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കെതിരെയാണ് നടപടി. DCC ജനറൽ സെക്രട്ടറിയും ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ ബ്രിജേഷ് എബ്രഹാമിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. നിയോജക മണ്ഡലത്തിലെ നേതാക്കളെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം തേടാനും പാർട്ടി തീരുമാനിച്ചു. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഐഷ പോറ്റിക്ക് 1012 വോട്ടുകൾക്കാണ് KN ബാലഗോപാലിനോട് പരാജയപ്പെട്ടത്. വയനാട് വെള്ളമുണ്ടയിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് ആഹ്ലാദ പ്രകടനം. മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകരാണ് വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മുഖ്യമന്ത്രി ശാപം വിട്ടൊഴിയാതെ കുട്ടനാടിന്റെ മണ്ണ്. 1987 തെരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മയിൽ തുടങ്ങിയതാണ് ജില്ലയ്ക്ക് മുഖ്യമന്ത്രി ശാപം. ഗൗരിയമ്മയിൽ നിന്ന് അച്യുതാനന്ദനിലേക്കും തുടർന്ന് മുഖ്യമന്ത്രി നഷ്ടം 2026 രമേശ് ചെന്നിത്തലയിലും KC വേണുഗോപാലിലുമാണ് എത്തി നിൽക്കുന്നത്. കേരളനാട് KR ഗൗരി ഭരിച്ചിടും. 1987 തിരഞ്ഞെടുപ്പിൽ മുഴങ്ങിയ മുദ്രാവാക്യമായിരുന്നു ഇത്. ഗൗരിയമ്മയെ മുന്നിൽ നിർത്തിയായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. EK നായനാർ മുഖ്യമന്ത്രിയായി. ആലപ്പുഴയുടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയുടെ നഷ്ടം ഇവിടെ നിന്നാണ്. ഇന്നത് രമേശ് ചെന്നിത്തലയ്ക്കും KCക്കും മുന്നിൽ എത്തി നിൽക്കുന്നു എന്ന് മാത്രം. രമേശിന് മുൻപും മുഖ്യമന്ത്രി പദം തലനാരിഴയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി UDF അധികാരത്തിൽ വന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശിന്റെ നേതൃമികവ് ജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന് അന്ന് വഴിമാറി കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇത്തവണ സീനിയോറിറ്റി പോലും പരിഗണിക്കാതെ രമേശിനെ തഴഞ്ഞു. ഫലത്തിൽ 2 തവണയാണ് രമേശിലൂടെ മാത്രം ജില്ലയ്ക്ക് മുഖ്യമന്ത്രി പദം ഇല്ലാതാകുന്നത്. ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് ആലപ്പുഴക്കാരനായ KC വേണുഗോപാലിന്റെ കാര്യവും വ്യത്യസ്തമല്ല. 1996 മുതൽ MLA-ആയും MP-ആയും KC ആലപ്പുഴയിലുണ്ടായിരുന്നു. ജില്ലയിൽ നിന്ന് ജയിച്ച് സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി തുടങ്ങിയ പദവികളിലുമെത്തി. എന്നിട്ടും മുഖ്യമന്ത്രിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൂരം ഏറെയായിരുന്നു. MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതിനാൽ KCക്ക് ഇത്തവണ മത്സരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും UDF-നുണ്ടായ മികച്ച വിജയം അദ്ദേഹത്തിൻ്റേതു കൂടിയായിരുന്നു. KC മുഖ്യമന്ത്രിയായി വരണമെന്ന് MLA-മാരിൽ ഏറെ പേരും ആഗ്രഹിച്ചു.
അദ്ദേഹത്തിനായി അവർ രംഗത്ത് വന്നതോടെ ആലപ്പുഴയ്ക്ക് ഒരു മുഖ്യമന്ത്രിയെ കൂടി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതോടെ ജില്ലയിലെ ഒടുവിലത്തെ മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ മാറി. 2016 VS വീണ്ടും കേരളം ഭരിക്കുമെന്ന് കരുതിയെങ്കിലും ആ നിയോഗം പിണറായിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ചുണ്ടിനും കപ്പിനുമിടയിൽ ആലപ്പുഴയ്ക്ക് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദം നഷ്ടമാവുകയാണ്. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. ഏറ്റവും കൂടുതൽ വിജയശതമാനം പത്തനംതിട്ടയിലാണ്. പുനർമൂല്യനിർണ്ണയത്തിന് വ്യാഴാഴ്ച വരെ ഓൺലൈനായി അപേക്ഷിക്കാം. +1 പ്രവേശന നടപടികൾ ഈ മാസം 25 മുതൽ ആരംഭിക്കും. 4,14,290 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇവരിൽ 4,10,456 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 99.07% വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.43% കുറവാണ് ഇത്തവണ. മലപ്പുറം ഇടരിക്കോടിലെ PKMMHSSലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ് 100%. ഏറ്റവും കൂടുതൽ വിജയശതമാനം പത്തനംതിട്ടയിലും കുറവ് തിരുവനന്തപുരത്തുമാണ്. A+ നേട്ടത്തിൽ മുന്നിൽ കൊല്ലം ജില്ലയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പരീക്ഷ റദ്ദാക്കിയ ഗൾഫ് മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. ലക്ഷദ്വീപ് മേഖലയിലെ വിജയം 97.67%. 2105 സ്കൂളുകൾ 100 മേനി വിജയം നേടി. അതേസമയം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണ ഗണ്യമായ കുറവുണ്ട്. ഈ വർഷം പുതിയ കരിക്കുലം ഈ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഫോളോ ചെയ്തിരുന്ന കരിക്കുലത്തിൻ്റെ ഒരു ചെറിയ മാറ്റം 2025-26 അക്കാഡമിക് ഇയറിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അപ്പം അതായിരിക്കാം ഒരു കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിശകലനം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സേ പരീക്ഷകൾ ജൂൺ ആദ്യവാരം ആരംഭിക്കുകയും ഫലം മാസാവസാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ മാസം 25 മുതൽ +1 പ്രവേശനത്തിനുള്ള നടപടികൾ ഓൺലൈനായി ആരംഭിക്കും. അധിക സീറ്റുകൾ ആവശ്യം വന്നാൽ മുൻവർഷങ്ങളിലെ പോലെ നടപടി സ്വീകരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം വരികയാണ്. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് NTA അറിയിച്ചു. മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷയായ നീറ്റ് നടത്തിപ്പിൽ നിർണായക പരിഷ്കാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ പുതിയ സംവിധാനത്തിലൂടെ പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. अगले साल से परीक्षा, इसकी जो मूल जड़ है OMR, अगले साल से नीट की परीक्षा कंप्यूटर बेस्ड टेस्ट से होगी. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. അഡ്മിറ്റ് കാർഡുകൾ ജൂൺ 14 പുറത്തിറക്കും. അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന തീരുമാനത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചപ്പോൾ തന്നെ പരീക്ഷ റദ്ദാക്കാൻ ഉത്തരവിട്ടത്. വിഷയത്തിൽ CBI വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പരീക്ഷാ നടത്തിപ്പിലുണ്ടായ വീഴ്ചകളുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നതായും ഇത്തരം മാഫിയകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധനവ്. പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. ഇതോടെ പെട്രോൾ വില 94 രൂപ 77 പൈസയിൽ നിന്ന് 97 രൂപ 77 പൈസയായും ഡീസൽ വില 87 രൂപ 67 പൈസയിൽ നിന്ന് 90 രൂപ 67 പൈസയായും വർദ്ധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്യത്ത് ഇന്ധനവില വർധനവ് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3.04 രൂപ വീതമാണ് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് 108.62 രൂപയായി. ഡീസൽ വില ലിറ്ററിന് 97.55 രൂപയായും ഉയർന്നു. പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതിനൊപ്പം CNG വിലയിലും മാറ്റം വന്നിട്ടുണ്ട്. 2 രൂപയാണ് CNG വില വർദ്ധിപ്പിച്ചത്. ഇന്നലെ വരെ എല്ലാവരും വില കൂടുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയാമായിരുന്നു. അവർ മിക്കവരും ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടാണ് എല്ലാവരും പോയിരുന്നത്. എല്ലാവർക്കും അവയർനെസ് ഉണ്ടായിരുന്നു. ഓൾറെഡി
കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ചെന്നൈയിൽ പെട്രോൾ ലിറ്ററിന് 103 രൂപ 67 പൈസയും ഡീസലിന് 95 രൂപ 25 പൈസയുമാണ് പുതിയ നിരക്ക്. ഡൽഹിയിൽ പെട്രോളിന് 97 രൂപ 44 പൈസയും ഡീസലിന് 90 രൂപ 67 പൈസയുമായി. ഇന്ധനവില വർദ്ധിക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. ഇന്ധനവില കൂടിയ പശ്ചാത്തലത്തിൽ എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ശമ്പളം കൂടുന്നില്ല, പക്ഷെ നേരെ തിരിച്ച് ബാക്കി സാധനങ്ങൾക്കെല്ലാം വില കൂടും. അവിടുത്തെ യുദ്ധ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരുമെന്ന് അറിയായിരുന്നു. വില വർദ്ധിക്കണമല്ലോ, കാര്യം യുദ്ധമല്ലേ, അതുകൊണ്ട് വർദ്ധിച്ചതല്ലേ. അതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, അല്ലാണ്ട് നമുക്കിവിടെ ഇന്ത്യയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധനങ്ങളൊക്കെ അതിൻ്റെ ആയിട്ടുള്ള വില കൂടിയെങ്കിൽ തൊഴിൽപരമായിട്ടും പൈസ കൂട്ടിയിട്ടല്ല. എല്ലാ കാശിനും ഇപ്പോൾ ഹോട്ടലിൽ പൈസ കൂട്ടി, അവർ സാധനങ്ങൾക്ക് വില കൂട്ടിയില്ല. ഗ്യാസിന് പൈസ കൂട്ടി, അവർ ആ പേരും പറഞ്ഞ് സാധനത്തിന് പൈസ കൂട്ടിയില്ലേ. ഒരു ചായ കുടിക്കണ ഇപ്പോൾ 12 രൂപ മേടിക്കണം, പാലിന് വില കൂട്ടി. അങ്ങനെ എല്ലാ സാധനം കൂട്ടിയെങ്കിൽ അനുസരിച്ച് എല്ലാം കൂടുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. സ്വർണ്ണവില ഇടിഞ്ഞു. ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,675 രൂപയായി. പവൻ വില 1,640 രൂപ കുറഞ്ഞ് 1,17,400 രൂപയിലെത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നത്. സ്വർണ്ണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെ വില കുത്തനെ ഉയരുകയായിരുന്നു. ഇന്നലെ 1,19,040 രൂപയായിരുന്നു വില. 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്നും മടങ്ങി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസവും ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കുമെന്ന് ഷി ജിൻപിങ് വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് സോയാബീൻ അടക്കം കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനും കരാറുണ്ടാക്കാനുള്ള ചർച്ചകളാണ് നടന്നത്. ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാനും ധാരണയായിട്ടുണ്ട്. തായ്വാനിൽ ഇടപെടരുതെന്ന് ട്രംപിനോട് ചൈന ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടരുകയാണ്. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയത്. UAE അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകി മോദിയെ സ്വീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും അതിനെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയുടെയും ഘട്ടത്തിലാണ് നിർണായകമായ സന്ദർശനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്ന നിർണായക സന്ദർശനമായിരിക്കും ഇത്. പ്രതിരോധം, ഊർജ്ജം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണവും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്.